ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അംബിക മേഡായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അത് പിന്നെ യാമിനിയുടെ വന്ന കാലം മുതലുള്ളതല്ലേ, അതൊന്നും അവൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. അപ്പു നന്നായിട്ട് പഠിക്കുന്നുണ്ട്, സാറുമായിട്ട് സൗന്ദര്യപ്പിണക്കവുമില്ല. പിന്നെ എന്തായിരിക്കും കാര്യം? രാജു, ഞാൻ തന്നിരിക്കുന്ന ടാബ്ലറ്റ്സ് അതുപോലെ കണ്ടിന്യൂ ചെയ്യണം. ശരി ഡോക്ടർ. എന്തിനാ ഇത്ര ടെൻഷൻ? സമാധാനമായിട്ട് കിടക്ക്. അതെ, നിങ്ങളൊന്ന് പുറത്തേക്ക് വരൂ. അമ്മ, ഒന്നുമില്ല അമ്മ. അപ്പു, അമ്മ ടെൻഷൻ ആവല്ലേ അമ്മ. മെന്റൽ ഡിപ്രഷൻ തന്നെയാ പ്രോബ്ലം. വിഷാദരോഗമെന്നും പറയും. സാവധാനം ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും പറയാതെയും അറിയാതെയും ഇരിക്കുക. ശരി ഡോക്ടർ. കൂടുതലായി യാമിനെ ആരും കാണുകയോ സംസാരിക്കുകയോ വേണ്ട. റെസ്റ്റാണിപ്പോ ആവശ്യം. നല്ല ഏകാന്തതയും. ഞാൻ തന്നിരിക്കുന്ന മെഡിസിനൊക്കെ കൃത്യമായി കൊടുത്താ മതി. കൊടുക്കാം ഡോക്ടർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ശരി. ഇതൊക്കെ എന്തോന്ന് ആൾക്കാര്. അച്ഛ, ഇവിടെ നമ്മൾ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു? അതെ, മണിക്കൂറൊന്നു കഴിഞ്ഞു. ഇനി അങ്ങേര് വരുമെന്ന് എനിക്ക് തോന്നില്ല. വരാനായിരുന്നെങ്കിൽ എപ്പോഴേ വന്നേനെ. ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കിയിട്ട് എന്ത് കാര്യം? അയാൾ ഫോൺ റെസ്പോണ്ട് ചെയ്തിട്ട് വേണ്ടേ? അങ്കിളെ, ഒന്നുകൂടി വിളിച്ചു നോക്ക്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോവാം. ഒരു രക്ഷയില്ല, സ്വിച്ച് ഓഫാ. ശരി, നമുക്ക് പോവാം. മാഡത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട് ശേഖരൻ സാർ? അങ്ങനെ തന്നെ ഇരിക്കുന്നു രാജു. പ്രയാസപ്പെടല്ലേ ശേഖരൻ സാറേ, ഇതൊരു രോഗമല്ലേ. രോഗത്തിന് അതിൻ്റെതായ ചികിത്സയുമില്ലേ? ഇത് സാധാരണ രോഗമല്ലല്ലോ രാജു, ഒരു മനോരോഗമല്ലേ. എന്റെ പൊന്ന് ശേഖരൻ സാറേ, ചികിത്സിച്ചാൽ മാറാത്ത രോഗം ഏതാണുള്ളത്? എന്റെ അറിവില് ഇതൊരു ഡിപ്രഷനാ, ഒരു ചെറിയ കാര്യം. ഇതിനൊക്കെ ഇത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാന്നാ എന്റെ ചോദ്യം. മാഡത്തിന് എന്തോ മനോവിഷമം ഉണ്ടായി കാണും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അല്ല, എന്റെ കയ്യിലൊന്നുമില്ല. അല്ല, ഒന്ന് ചോദിച്ചു നോക്കാറുന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നോട് പറഞ്ഞേനെ. അംബിക മേഡായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അത് പിന്നെ യാമിനിയുടെ വന്ന കാലം മുതലുള്ളതല്ലേ, അതൊന്നും അവൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. അപ്പു നന്നായിട്ട് പഠിക്കുന്നുണ്ട്, സാറുമായിട്ട് സൗന്ദര്യപ്പിണക്കവുമില്ല. പിന്നെ എന്തായിരിക്കും കാര്യം? രാജു, വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു കാര്യത്തിലും ഒരഭിപ്രായ വ്യത്യാസം
ഞങ്ങളുടെ ജീവിതത്തിലില്ല. പിന്നെ പിന്നെ എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും സാറ് സമാധാനായിട്ടിരിക്കെ. അസുഖമൊക്കെ അങ്ങ് മാറിക്കോളും. മാഡം ആരെയോ നോക്കി നിൽക്കുന്നത്? ജഗന്നാഥേട്ടൻ പുറത്തുപോയിട്ട് ഇതുവരെ തിരികെ വന്നില്ല. ആ സാറിന് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ കാണും മാഡം. ഞാൻ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. അത് ചിലപ്പോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായതുകൊണ്ടായിരിക്കും. മാഡം വിഷമിക്കാതെ, ആളിങ്ങ് വരും. മൂന്നുപേരും വന്നോ? തഹസിൽദാരെ കണ്ടുമുട്ടാൻ ഇത്രയും പാടാണെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. തഹസിൽദാരും തേങ്ങാക്കൊലൊക്കെ അവിടെ നിൽക്കട്ടെ, ആ കാര്യം ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. എന്തായാലും ഈ ആയുസില് നിന്നോട് ഞാൻ ഒരു നുണ പോലും പറയില്ല. ഏതെങ്കിലും ഒരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാകുന്നതിന് മുമ്പ് നിന്നോടത് ക്ലിയർ ചെയ്തിട്ടേ പോകൂ. അമ്മേ, അവിടെ വർമ്മ സാറിന്റെ വീട്ടില് യാമിനി മാഡത്തിന് സുഖമില്ല. ഡോക്ടർ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുക. യാമിനി മാഡത്തിന് എന്ത് പറ്റിയതാ? ഡിപ്രഷനാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈശ്വര, ഡിപ്രഷനോ? അതൊക്കെ വലിയൊരു രോഗമാണോ? അതൊന്നും എനിക്കറിയില്ല പ്രിയച്ചി, ജേട്ടനോട് ചോദിക്കണം. ദൈവമേ, യാമിനി മാഡം ഒരു മനുഷ്യപ്പറ്റുള്ള കൊച്ചായിരുന്നു. അതിന് ഈ ഗതി വന്നല്ലോ. എന്താ എന്ത് പറ്റി? എന്താ എല്ലാവർക്കും ഒരു മൂകത? ദേ വന്നു വിവരാവകാശ കമ്മീഷണർ. എല്ലാം ഇവരെ അറിയിക്കണം. ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ട്. എന്താടി ഞാൻ അറിയുന്നതിലൊരു തെറ്റ്? അല്ലേ, ഞാൻ ഈ കുടുംബത്തിലെ ഒരു മുതിർന്ന മെമ്പർ അല്ലേ? മെമ്പർ എന്താ രാജമോനെ ഇവിടെ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അളിയന്റെ അമ്മേ. ആ വർമ്മ സാറിന്റെ വീട്ടില് യാമിനി മാഡത്തിന് സുഖമില്ല. എന്നിട്ട് എന്താ എല്ലാരും ഇവിടെ നഞ്ചു തിന്ന കൊരങ്ങനെ പോലെ മ്ലാഞ്ചി നിൽക്കുന്നത്? നമുക്ക് പോണ്ടേ? വേഗം തയ്യാറാവ്, നമുക്ക് പോവാം. അകലെ